ഡിയേഴ്സ്, ഇന്നൊരു ഈസി ആൻഡ് ടേസ്റ്റി പാൻ കേക്ക് റെസിപ്പി ആയാലോ. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം, ഡയറ്റ് ചെയ്യണ അമ്മമാർക്കും കഴിക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നന്നായിട്ട് പഴുത്തൊരു പഴം നമുക്ക് ഫോർക്ക് വെച്ചിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഫോർക്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്താൽ മതി. ഞാനിവിടെ റോബസ്റ്റയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി മുട്ടയും പഴവും കൂടി ഫോർക്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്ക് കൂടി തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് റാഗി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ റാഗി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണെങ്കിൽ യൂസ് ചെയ്യാം, ഓട്സ് പൗഡറോ ഗോതമ്പ് പൊടിയോ ഏത് വേണേലും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ഒരു സ്പൂൺ നട്ട്സ് പൗഡറും കൂടി ഇട്ട് കുറച്ചും കൂടി ഹെൽത്തിയായി. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ ഗീയോ ഇനി ഓയിലോ എന്ത് വേണേലും യൂസ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ബട്ടർ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബട്ടർ അതിൽ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചുള്ള മിക്സ്ചർ ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് കഴിക്കാൻ ചെറുതാവുമ്പോഴല്ലേ. അതുകൊണ്ട് നമുക്ക് ചെറിയ പാൻ കേക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റും, ഹെൽത്തിയാണ്. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഇനി സ്കൂളിൽ പോണ കുട്ടികൾക്ക് സ്നാക്സ് ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ടോ എങ്ങനെ വേണേലും നമുക്കത് ഉണ്ടാക്കി കൊടുത്തു വിടാം. ഇതാകുമ്പോൾ ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി പാൻ കേക്ക് ഇവിടെ റെഡിയായി. ഇതിൽ നമുക്ക് ഹണിയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ എന്ത് വേണേലും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് പറ്റുമെങ്കിൽ ഒരു കമൻറ്റും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.